ജഗള സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഈ ചിത്രത്തിൻ്റെ PRO ആയി വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, ആ ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെവർക്കും അറിയാം, മലബാർ ലഹള 1921 കാലഘട്ടത്തിൽ നടന്നതാണ്. അതിനെ തുടർന്നുള്ള വിവാദങ്ങളും അവസാനിക്കുന്നില്ല. അതിനിടയ്ക്ക് മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ ലഹള പൂർണ്ണമായിട്ട് കാണിക്കാതെ അതിൻ്റെ പിന്നിൽ നടക്കുന്ന പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ടാവും പ്രേക്ഷകർക്ക്. കൂടുതലും മലബാറൻ ഏരിയ, ഏറനാടൻ പ്രദേശങ്ങൾ അനുഭവിച്ചവരും ഉണ്ടാവും അത്തരം ആ കാലഘട്ടത്തിൽ, അല്ലേ? അപ്പം ആ ഒരു കഥാപാത്രത്തെയും കഥയെയും സംവിധായകൻ ശ്രീദേവ് കപൂർ എത്രമാത്രം ഒരു എന്താ പറയുക, ഈ ഒരു നല്ലൊരു ടാസ്ക്കാണ് എടുത്തിരിക്കുന്നത്, റിസ്ക്കാണ് ഈ ഒരു കഥാപാത്രത്തെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നായകൻ മുരളീറാം, അതുപോലെ നായിക മറീന മൈക്കിൾ ഒക്കെ തന്നെ ഇന്ന് ഭംഗിയായിട്ട് മെറീനയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ സുനിൽ സുഗത ചേട്ടൻ, അപ്പുണ്ണി ശശി, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, സന്തോഷ് കീഴാറ്റൂർ, അങ്ങനെ ഒരുപിടി ബിറ്റോ ഡേവിഡ്, മലയാള സിനിമയിലെ ഒരുപിടി നല്ല കലാകാരന്മാർ, ലത്തീഫിക്ക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല തിരക്കഥ, നല്ല ഗാനങ്ങൾ നല്ല ഗാനങ്ങളാണ് ഇതിനകത്ത്. ശരിക്കും ജഗള എന്ന് പറഞ്ഞാൽ ലഹള എന്നാണ് അർത്ഥം. അത് അർത്ഥവത്തായ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു അങ്ങനെ ഒരു കഥയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറനാടൻ പശ്ചാത്തലം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറിയ പങ്ക് ആ പീരിയോഡിക് സബ്ജക്റ്റിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഇന്നത്തെ ഒരു വിശപ്പിൻ്റെ വെളിയും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് ഒരു വിശപ്പ്, ദാരിദ്ര്യം എന്ന്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒന്നും സുലഭമായി കിട്ടുന്ന ഒരു അവസ്ഥയല്ലെന്ന് അതൊക്കെ കാണിക്കുന്നുണ്ട് ചിത്രത്തിലൂടെ. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജഗള ഏതായാലും നിങ്ങളെല്ലാവരും ഒരു മസ്റ്റ് വാച്ച് ഓൾ മൂവിയാണ്. അതിലും ഒരു ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു മൂവി തന്നെയായിരിക്കും ഇത്. കണ്ടിരിക്കാം. നല്ല പാട്ടും സീനെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സുധീഷേൻ്റെ ഒരു പടമാണ്. സുധീഷേൻ്റെ കഥാപാത്രമാണ്. അത് നന്നായി പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തലമുറ, ഒരു പണ്ടത്തെ ഒരു തലമുറയുടെ ഒരു സിനിമയാണത്. അപ്പോൾ പഴയ ആൾക്കാരെ കാണാമെങ്കിൽ ടി.വിയിൽ വന്നാൽ നന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, വയസ്സന്മാർ 50-60 വയസ്സാകാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ പടം കാണുന്ന കാര്യമുണ്ടാവും. കഥയാണ് പണ്ടത്തെ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. കുഞ്ഞാത്തു എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് മെറീന കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. നമ്മൾ വേറെ 1-2 താരങ്ങളായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ട് തുടങ്ങി ചെറിയ ഡേറ്റിൻ്റെ ചില പ്രോബ്ലമൊക്കെ വന്നപ്പോൾ ആ നായികമാരെല്ലാം മാറിയിട്ടാണ് അവസാനമാണ് ഒരു ഷൂട്ട് തുടങ്ങി ഒരു 16 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും മെറീന ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അതേപോലെ സുനിൽ സുഗത, പിന്നെ സന്തോഷ് കീഴാറ്റൂർ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നല്ല നടന്മാരൊക്കെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം എത്ര ദിവസം കൊണ്ടാണ് ഇങ്ങനെ ചിത്രീകരിച്ചത്? ഇത് നമ്മൾ സോങ് അടക്കം കണ്ടല്ലോ, നിങ്ങൾ പടം കണ്ടതാണല്ലോ, 2 സോങ് അടക്കം നമ്മൾ 33 ദിവസമാണ് ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഡേയ്സ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ എല്ലാം പാലക്കാട് ജില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തിയോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. വള്ളുവനാടിൻ്റെ ഭാഗങ്ങൾ, പട്ടാമ്പി, അതുപോലെ ഭാരതപ്പുഴയുടെ തീരങ്ങൾ, കുറ്റിപ്പുറം, ആനക്കര, അങ്ങനെ തൃത്താല, ആ ഭാഗങ്ങളിലായിരുന്നു. ആർട്ടിനും അതേപോലെ തന്നെ കോസ്റ്റ്യൂമിനും വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ളൊരു പങ്ക് ഈ ഒരു ചിത്രത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം താങ്കളുടെ ആദ്യത്തെ ചിത്രമാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ചിത്രം ചെയ്തിട്ടുണ്ടോ? അല്ല, എൻ്റെ ഇത് 3ാമത്തെ സിനിമയാണ് ശരിക്കും. കഴിഞ്ഞ സിനിമ ലവ് എഫ് എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിരുന്നു. ഇങ്ങനത്തെ ഒരു സിനിമ അല്ലായിരുന്നു അത്. ഈ ഒരു ചിത്രം 2025 അവാർഡ് നിർണ്ണയിക്കുമ്പോൾ ഈ ഒരു ചിത്രത്തിനും ഒരു പങ്കുണ്ടാവും എന്നുള്ളത് അങ്ങനെ പ്രതീക്ഷിക്കാം. ഇല്ല, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി ഫെസ്റ്റിവലിനും സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനൊക്കെ അയച്ച ചിത്രമാണ്. അത് പരിഗണിക്കപ്പെടാതെ പോയ ചിത്രമാണ്. അത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നുള്ള ഇൻ്റർവ്യൂവിലൊക്കെ അത് പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു ചിത്രത്തിന് അവാർഡ് കിട്ടാൻ അർഹതയുണ്ടെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഇത് ജനങ്ങളാണ് അതിന് ഇത് കണ്ട് അഭിപ്രായം പറയേണ്ടത്. അവാർഡ് കമ്മിറ്റിക്ക് കിട്ടാത്ത ഒരു ഇത്
ജനങ്ങളുടെ ജനപ്രീതിയിലൂടെ ഈ ഒരു ചിത്രം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എത്തി ഈ ഒരു ചിത്രം വിജയ തീരത്തെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രേക്ഷകർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ അവാർഡ് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ അവാർഡിന് അർഹത ഉള്ളൊരു സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. പക്ഷേ ഈ ഒരു തോന്നൽ ജൂറിക്കോ അല്ലെങ്കിൽ ഫെസ്റ്റിവലിലുള്ള ജൂറികൾക്കൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇതിൻ്റെ പിന്നിലുള്ള ഈ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു പക്ഷം ചേർന്നൊരു സിനിമ ചെയ്യാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ആത്യന്തികമായി പ്രേക്ഷകരുടെ ഇഷ്ടമാണ്, അല്ലെ പ്രേക്ഷകർക്ക് അത് അംഗീകരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഒരു ഫിലിം മേക്കറിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊരു കാര്യം തോന്നുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം കാണാതെ പോകുന്ന മതസൗഹാർദ്ദങ്ങൾ അത് തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയെ എടുത്തു കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിലേക്ക് തോന്നുന്നു സൗഹാർദ്ദം പറഞ്ഞിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മതസൗഹാർദ്ദം പറയുന്ന ഒരു സിനിമ അല്ല വേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറേയും കൂടിയൊക്കെ പക്ഷം ചേർന്ന് ഒരു പക്ഷം ചേരാത്തൊരു സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കട്ടെ. വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഈ സിനിമയെ ഇന്ത്യക്ക് പുറത്തുള്ള ഒട്ടുമിക്ക ഫെസ്റ്റിവലിലും ഈ സിനിമ സെലക്ഷൻ ആയിട്ടുണ്ട്. കാനഡയിലുള്ള സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള വളരെയധികം വലിയ വലിയ ഫെസ്റ്റിവലിൽ ഈ സിനിമ സെലക്ഷൻ ആയിട്ടുണ്ട്. അവിടെ ഈ സിനിമയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതിൻ്റെ പക്ഷം ചേരലൊന്നും അവിടെയുള്ള ആളുകൾക്കോ ജൂറികൾക്കോ ഇല്ലല്ലോ. ഇവിടെയാണല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവും പക്ഷം ചേരലും മതവും ഒക്കെ കടന്നു വരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ. തിയേറ്ററിൽ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എന്താ പറയുക, അവരുടെയൊക്കെ പ്രതികരണം നമുക്ക് അടുത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മളറിയാലോ, ഇതൊരു 100 വർഷം മുന്നത്തെ ഒരു നാട് നമ്മൾ വീണ്ടും പുനഃക്രമീകരിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മളുടെ ശ്രീദേവൻ തന്നെയാണ്. അതിൽ നമുക്ക് പരമാവധി ഒരു 90% നമുക്ക് ആ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു നീതി പുലർത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, കളരിക്കൽ ഫിലിംസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ തന്നെ നമുക്ക് ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. എന്തായാലും ഇതിലഭിനയിച്ച എല്ലാവരും, ഇപ്പോൾ സന്തോഷം വന്നിരുന്നു, അതുപോലെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, എല്ലാവരും എത്തിയിരുന്നു. ഇതിലെല്ലാവരുടെയും അഭിനയം, അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളും അവർ വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. മെറീനയുടെ കാര്യം നമുക്ക് പ്രത്യേകം എടുത്ത് പറയാം. കാരണം മെറീനയുടെ ഇതുവരെയുള്ള പറയാൻ പറ്റും. അതിന് നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമ്മൾ കളരിക്കൽ ഫിലിംസിന് എൻ്റെ രീതിയിൽ അഭിമാനമുണ്ട്. അവർ പലരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അവരുടെ പഴയ കാലഘട്ടങ്ങളിലേക്ക്, അവരുടെ പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ വായിച്ചു പോയ കുറേ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഫ്രെയിമുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഇനി നമുക്ക് ഇല്ല, ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. എന്തായാലും അടുത്ത ഫിലിം വരും എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ്. ഇത് 2 ഷെഡ്യൂളായിട്ട് 33 ദിവസമായിരുന്നു ഷൂട്ട്. ഇത് അവിടെ തൃത്താല, പട്ടാമ്പി, അങ്ങനെയുള്ള എടപ്പാള ഏരിയയിലായിരുന്നു. ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ അതെ, മലബാർ ലഹളനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഥയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അതുള്ളത്. അപ്പോൾ ജയകള എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലഹള എന്നുള്ളതിൻ്റെ ഒരു അവിടുത്തെ നാടൻ ഭാഷയാണത് ജയകള എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ കാണണം, കുടുംബസമേതം കാണണം. അതുപോലെ തന്നെ പ്രത്യേകം കുട്ടികളായിട്ട് വന്ന് കാണണം. കാരണം ഇതിൽ ഈ പഴയ കാലത്തെ ദാരിദ്ര്യം, വിശപ്പ്, പട്ടിണി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല. ഇല്ല, ഇതിൽ ലഹള, നമ്മൾ മലബാർ ലഹളനെ ആണെങ്കിൽ ലഹള ഫൈറ്റോ യുദ്ധം മറ്റേ ഒരു ആയുധം പോലും കാണിക്കുന്നില്ല. കാരണം ഒരു രക്തം പോലും ചിന്തുന്നില്ല. അന്നത്തെ ആ മലബാർ ലഹളയുടെ ഒരു ഫീല് എന്തായാലും അത് കാണുന്നവർക്ക് ഉണ്ടാവും ചെയ്യും. ജഗള ആദ്യം തന്നെ പേരിൽ തന്നെ വ്യത്യസ്ത. ജഗള എന്താണെന്നുള്ളത് കാണാനായിരുന്നു ഞാൻ വന്നത്. തീർച്ചയായിട്ടും ലഹള എന്ന് പറയുന്ന ആ വാക്കിൻ്റെ വേറൊരു വാക്കാണ് ജഗള. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ചിത്രം. നമ്മൾ അധികം പ്രതീക്ഷയില്ല. ഈ പോസ്റ്റർ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. പിന്നെ അധികം വലിയ താരങ്ങളല്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഈ ചിത്രം കാണാൻ നോക്കിയത്. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സംതൃപ്തി തോന്നി. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയണ മെറീന മൈക്കിൾ നായികയായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നായിക കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുരളി റാം എന്ന് പറഞ്ഞ ഒരു പുതുമുഖം നായകവേഷം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുണ്ണി ശശി, അതേപോലെ തന്നെ സന്തോഷ് കീഴാറ്റൂർ, പിന്നെ നമ്മുടെ സുനിൽ സുഗത,
അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പിന്നെ ഇദ്ദേഹമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം. യൂത്തിന് വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തിലുള്ള സ്റ്റണ്ടോ പാട്ടോ അല്ലെങ്കിൽ മറ്റുള്ള BGMോ അങ്ങനത്തെ സംഭവങ്ങളല്ല. 1921 നമ്മളൊക്കെ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുള്ള മലബാർ ലഹള, അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു മനുഷ്യർ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും അത് നമ്മൾക്ക് അറിയുന്ന രീതിയിൽ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് വിശപ്പിൻ്റെ കാര്യമാണ്. ആ ഒരു നായകഥാപാത്രത്തിൻ്റെ വിശപ്പ്, അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എനിക്കായാലും വിശന്നാലും എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ചെയ്തു തരും എൻ്റെ കയ്യിൽ. പക്ഷെ അന്നത്തെ കാലത്ത് ആ ഒരു കേന്ദ്ര കഥാപാത്രത്തിന് വിശപ്പ് തോന്നുമ്പോൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പ്രണയം, 1921 പ്രണയം വളരെ മികച്ച രീതിയിൽ വളരെ കൈയടക്കത്തോടുകൂടി സംവിധായകൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഥയുടെ തിരക്കഥ കാര്യത്തിലായാലും ആളുകൾക്ക് ചേയെന്ന് തോന്നിക്കാത്ത രംഗങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ ആർട്ട് വർക്കിന് വളരെ പ്രാധാന്യമുണ്ട്, വസ്ത്രാലങ്കാരത്തിന് പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ ലൊക്കേഷന് പ്രാധാന്യമുണ്ട്, നടീനടന്മാർക്ക് എല്ലാവർക്കും ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രാധാന്യമുണ്ട്. ഇങ്ങനെയൊരു നല്ലൊരു ചിത്രം എടുക്കാൻ കാണിച്ച പ്രൊഡ്യൂസറിന് ആദ്യം തന്നെ കയ്യടി അർഹിക്കുന്നു. നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയ സംവിധായകനും എൻ്റെ അഭിനന്ദനങ്ങൾ.